കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് പൂനെയിലെ ഒരു ധർമ്മശാസ്ത്രവന്റെ അമ്പലത്തിലെ ഉത്സവത്തിന് പോയ സമയത്താണ് ഇവിടെ ആചാര്യനായിട്ടിരിക്കുന്ന മനോജേട്ടനെ പരിചയപ്പെടുന്നത്. അദ്ദേഹമാണ് എന്നെ സപ്താഹത്തിലേക്ക് ക്ഷണിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കഴിഞ്ഞ ചിങ്ങമാസത്തിൽ ഒരു അഷ്ടമരോഹിണി നാളിലാണ് ഈ ഒരു സപ്താഹത്തിന്റെ കൂടെ സഞ്ചരിക്കാനായിട്ടുള്ള യാത്ര തുടരുന്നത്. അപ്പോൾ ഈ ഭജന കാര്യങ്ങളെല്ലാം കണ്ട് കേട്ടിട്ടുണ്ടെങ്കിലും കൂടെ ഇരിക്കുന്നത് അന്ന് ആദ്യമായിട്ടായിരുന്നു. ഇവരെ കൂടെ പാട്ട് കേട്ടിരിക്കുമ്പോൾ ഒരു ആഗ്രഹം തോന്നി, ഒരു പാട്ട് പാടിയാലോ. അങ്ങനെ മനോജേട്ടൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. അതിനുള്ള അവസരം വന്ന് ഇവിടെ ഇരിക്കുന്ന ഏട്ടന്മാരാണ് നമുക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും തന്നിരുന്നത്. ഇത് പറയാൻ കാരണം ഒരു ഭാഗ്യം കൂടി ഇന്ന് കൈവന്നിരിക്കുകയാണ്. നമ്മുടെ ഒരു സുഹൃത്ത് മാവേലിക്കരയുള്ള ഒരു കൃഷ്ണഭക്ത ഒരു 4 വരി എഴുതി എനിക്ക് അയച്ചു തന്നു. ഒരു കവിത പോലെ എഴുതി തന്നതാണ്. അതൊന്ന് വെറുതെ ഇന്ന് വൈകുന്നേരം ട്യൂൺ ചെയ്തു പാടാൻ പറ്റുമോ എന്നൊരു ശ്രമം. ഞാൻ വിശേഷനോട് ചോദിച്ചു, ഹാർമോണിയം വായിക്കുന്ന ഇതൊന്ന് പാടിയാലോ എന്നുള്ളത്. തിരുമേനി നേരായിട്ട് പാടിക്കോ, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോട് പോയിട്ട് ഒരു ശ്രമം. ഓടക്കുഴലിൽ നാദവുമായി വരുമോ എൻ കണ്ണാ, ഓടക്കുഴലിൽ നാദവുമായി വരുമോ എൻ കണ്ണാ, ഓടക്കുഴലിൽ നാദവുമായി വരുമോ എൻ കണ്ണാ, എന്നരികിൽ നീ വരുമോ, എന്നരികിൽ നീ വരുമോ, ഓടക്കുഴലിൽ നാദവുമായി എന്നരികിൽ നീ വരുമോ, എന്നരികിൽ നീ വരുമോ, എന്നരികിൽ നീ വരുമോ, ഓടക്കുഴലിൽ നാദവുമായി വരുമോ എൻ കണ്ണാ, എന്നരികിൽ നീ വരുമോ, എന്നരികിൽ നീ വരുമോ, ഓടക്കുഴലിൽ നാദവുമായി എന്നരികിൽ നീ വരുമോ കണ്ണാ, എന്നരികിൽ നീ വരുമോ, എന്നരികിൽ നീ വരുമോ. ഈ മനോഹര
Thank you.